السلام عليكم ورحمة الله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله والرسول فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب زدنا علما نافعا رب زدنا علما نافعا رب زدنا علما نافعا. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയെല്ലാം അല്ലാഹു അവൻ്റെ അനുഗ്രഹീത സ്വർഗത്തിൽ ഒത്തുകൂട്ടുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം നമ്മളിലേവർക്കും വർഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് സൂറത്തുൽ യൂനുസ് 10ാമത്തെ സൂറത്താണ്. അതിൽ 62, 63, 64 ആയത്തുകളിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ ലഹും ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ ലാ തബ്ദീല ലികലിമാത്തില്ലാഹി ദാലിക ഹുവൽ ഫൗസുൽ അലീം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, അലാ, നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ന ഔലിയ അല്ലാഹി, തീർച്ചയായും അള്ളാഹുവിൻ്റെ മിത്രങ്ങൾ, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് ലാ ഹൗഫുൻ അലൈഹിം, അവർക്കൊന്നുകൊണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല, വലാഹും യഹ്സനൂൻ, ഒന്നുകൊണ്ടും ദുഃഖിക്കേണ്ടി വരികയുമില്ല. കാരണം അല്ലദീന ആമനു വകാനൂ യത്തഖൂൻ, അല്ലദീന ആമനു, അവർ ഈമാനുള്ളവരും അവർ വിശ്വസിക്കുന്നവരും, വകാനൂ യത്തഖൂൻ, അവർ സൂക്ഷ്മജീവിതം നയിക്കുന്നവരുമാണ്, തഖ്വ ചെയ്ത് ജീവിക്കുന്നവരുമാണെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മതത്തിൻ്റെ ചിട്ടകളൊന്നും പാലിക്കാതെ, വെടുപ്പും വൃത്തിയുമില്ലാതെ ചില ഹാവഭാവങ്ങളുമായി ഔലിയ വേഷം കെട്ടി നടക്കുന്ന ആളുകളുണ്ട്. അവരെ ഇസ്ലാം വലികൾ അള്ളാഹുവിൻ്റെ മിത്രങ്ങളായി പരിഗണിക്കുന്നില്ല. ഇന്ന് അള്ളാഹുവിൻ്റെ ഔലിയാക്കളായി പരിഗണിക്കില്ല എന്ന് ഈ വചനം നമുക്ക് വ്യക്തമാക്കി തരുന്നു. മാത്രമല്ല, അവർ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത്, അള്ളാഹുവിൻ്റെ വലികൾ, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ആരാണ്? ലഹും ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ, അവർ സന്തോഷത്തിലാണ്. ലഹും ബുശ്റാ, അവർ സന്തോഷത്തിലായിരിക്കും. ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ, ദുനിയാവിലെ ജീവിതത്തിലും പരലോകത്തും ആഖിറത്തിലും അവർ സന്തോഷമുള്ളവരാണ്. ലാ തബ്ദീല ലികലിമാത്തില്ലാഹി, അള്ളാഹുവിൻ്റെ ഈ വാക്കുകൾക്ക് മാറ്റമില്ല. ദാലിക ഹുവൽ ഫൗസുൽ അലീം, അതാണ് മഹത്തായ വിജയമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ ആരാധനയിൽ ലയിച്ചു ചേർന്നവരും അള്ളാഹുവിൽ വിശ്വസിച്ചും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവരുമാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അള്ളാഹുവിൻ്റെ മിത്രങ്ങൾ. അള്ളാഹുവിൻ്റെ നിയമം അനുസരിച്ച് ജീവിച്ച് സൂക്ഷ്മത പുലർത്തി ജീവിക്കുന്ന വിശ്വാസികൾക്കെല്ലാം വലിയ എന്ന നാമകരണം ലഭിക്കുന്നു. എപ്പോഴും അള്ളാഹുവിൻ്റെ ആരാധനയിൽ ലയിച്ചുകൊണ്ട് ഏകാന്ത ജീവിതത്തിൽ ഒറ്റപ്പെട്ട ഏകാന്ത ജീവിതം നയിച്ച് ഒറ്റപ്പെട്ട താവളത്തിൽ കഴിഞ്ഞുകൂടുകയും ശുദ്ധജീവിതം ഹൃദയത്തിൻ്റെ ആഗ്രഹാഭിലാഷങ്ങളെയും ശരീരത്തിൻ്റെ ഇച്ഛകളെയും ത്യാഗത്തിൻ്റെയും ക്ഷമയുടെയും അഗ്നിയിൽ ഹോമിച്ചുകൊണ്ട് ജീവിക്കുന്ന ധാരാളം ശുദ്ധ മനസ്സിൻ്റെ ശുദ്ധജീവിതം നയിക്കുന്ന ഉടമകളുണ്ട്. ആരാധനയും ഇലാഹി പ്രേമവും ആയി നടക്കുന്ന പുണ്യാത്മാക്കളെ അള്ളാഹു അനുഗ്രഹിക്കുന്നു. അവർക്ക് പ്രത്യേകം വ്യക്തിത്വം നൽകുകയും എല്ലാ രംഗങ്ങളിലും അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വിജയവും സംരക്ഷണവും അള്ളാഹു പ്രദാനം ചെയ്തിരിക്കുന്നു.
അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയമായി ജീവിക്കുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അതനുസരിക്കുവാൻ മറ്റുള്ളവരെ ഉപദേശിക്കുകയും ഇസ്ലാമിക സന്ദേശം അവർ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ഇസ്ലാം നിഷിദ്ധമായ കാര്യങ്ങൾ പൂർണ്ണമായും അവർ നിഷേധിക്കുകയും തങ്ങളുമായി ബന്ധപ്പെട്ടവരെ നീചകൃത്യങ്ങളിൽ നിന്നും അവർ ശുദ്ധീകരിച്ചെടുക്കുകയും ചെയ്യുന്നു. അള്ളാഹുവും ഇലാഹി പ്രേമവുമായിട്ടുള്ള സാമീപ്യം കാരണം ആ ഹൃദയങ്ങളിൽ ദുനിയാവിലെ ആഡംബര ജീവിതത്തിന് ഇടമില്ല. ത്യാഗവും ക്ഷമയും തർബിയത്തും മുഖേന അവർക്ക് ആത്മീയ പരിശുദ്ധി കൈവരുന്നു. അപ്പോൾ ആത്മീയ പരിശുദ്ധി പ്രാപിക്കുമ്പോൾ അവരിൽ ചില അത്ഭുത കഴിവുകൾ പ്രകടമാകുന്നു. മനുഷ്യരിൽ ഏറ്റവും ആത്മസിദ്ധി ഉള്ളവരാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർക്ക് ഉണ്ടാക്കുന്ന അത്ഭുത കഴിവിനെ മുഅ്ജിസത്ത് എന്നാണ് സാങ്കേതിക നാമം. അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുകയും ആത്മശുദ്ധി വരുത്തി ഉന്നത സ്ഥാനത്ത് എത്തുകയും ചെയ്യുന്ന വിശ്വാസികൾ ആഖിറത്തിലോ ദുനിയാവിലോ അവർക്ക് പേടിക്കാനൊന്നുമില്ല. അതാണ് അള്ളാഹു പറഞ്ഞത്, അലാ ഔലിയാഉല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അവർക്ക് ഒന്നും ഭയക്കേണ്ടിയില്ല, അവർക്കൊന്നും പേടിക്കേണ്ടുമില്ല. കാരണം ലഹും ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. അവർ ആഖിറത്തിലും ദുനിയാവിലും സന്തോഷ ജീവിതം നയിക്കുന്നവരാണ്. അതുകൊണ്ട് അള്ളാഹു ആഖിറത്തിലോ അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും പേടിക്കാനൊന്നുമില്ല എന്ന്, ഇത്തരമുള്ള വിശ്വാസികൾക്ക് ദുനിയാവിലും ആഖിറത്തിലും പേടിക്കാനൊന്നുമില്ല എന്ന് പരിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു പറയുന്നു, സുന്നത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരടിമ എന്നോടടുത്താൽ അവനെ ഞാൻ സ്നേഹിക്കും. അവൻ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഞാൻ കാണുന്ന കണ്ണും അവൻ കാണുന്ന കണ്ണും അവൻ കേൾക്കുന്ന കാതും അവൻ പിടിക്കുന്ന കൈയും അവൻ നടക്കുമെന്ന കാലുമൊക്കെ ഞാനാകുന്നതാണ്. അതിൽ ചില അത്ഭുത കഴിവുകൾ ഞാൻ പ്രകടമാക്കും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹുവിൻ്റെ അടിമകളിൽ ഒരു വിഭാഗം ജനങ്ങളുണ്ട്. അവർ അൻബിയാക്കളോ അവലിയാക്കളോ അല്ല. അൻബിയാക്കളും അവലിയാക്കളെല്ലാം അള്ളാഹുവും അവരുമായിട്ടുള്ള സാമീപ്യം കാരണം അമ്പിയാക്കൾക്കും അവലിയാക്കൾക്കെല്ലാം അവരോട് വളരെ താല്പര്യമുള്ളവരായിരിക്കും. ഇത് കേട്ടുകൊണ്ട് സഹാബാക്കൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, ആരാണ് റസൂലെ ഇത്തരത്തിലുള്ള ജനങ്ങൾ? അള്ളാഹു സ്നേഹിക്കുന്ന ഒരു വിഭാഗം അടിമകൾ ആരാണ് നബിയെ? ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അങ്ങനെ ഒരു വിഭാഗം ജനങ്ങൾ അവർ അള്ളാഹുവിനെ വേണ്ടി മാത്രം സ്നേഹിക്കുന്നു. അള്ളാഹുവിൻ്റെ ദീൻ അവർ പ്രചരിപ്പിക്കുന്നവരാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹുവാണേ സത്യം. അവരുടെ ജീവിതം പ്രകാശമായിരിക്കും, അവരുടെ മുഖം പ്രകാശമായിരിക്കും. ജനങ്ങളെല്ലാം ദുഃഖിക്കുന്ന ഒരു ദിവസമുണ്ടാകുമ്പോൾ അവർക്ക് ദുഃഖമുണ്ടാകുകയില്ല. ജനങ്ങളെല്ലാം പ്രയാസപ്പെടുന്ന ഒരു ദിവസമുണ്ടാകുമ്പോൾ അവർക്ക് പ്രയാസമുണ്ടാവുകയില്ല. കാരണം അള്ളാഹുവിന് വേണ്ടി സമരം ചെയ്യുന്നവരാണവർ. വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ അൻസാറല്ലാഹ്. അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുക. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന് നമ്മളുടെ ആരുടെയും സഹായം ആവശ്യമില്ല. പക്ഷേ അള്ളാഹു നമ്മളെ തിരഞ്ഞെടുക്കുന്നത്, അള്ളാഹുവിന് വേണ്ടി സംസാരിക്കുവാൻ അള്ളാഹു തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ സ്വർഗലബ്ധിക്ക് കാരണമാക്കുന്നതിനാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിന് വേണ്ടി ആകണം, അള്ളാഹുവിനെ സഹായിക്കുന്നവരാകണം. അള്ളാഹുവിന് വേണ്ടി സംസാരിച്ച് സ്വർഗം കരസ്ഥമാക്കുന്ന ആളുകളിൽ നമ്മളെല്ലാം അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്നും വന്നിട്ടുള്ള എല്ലാ തെറ്റുകളും നീ പുറത്ത് മാപ്പാക്കണേ റഹ്മാനെ. സർവശക്തനായ നാഥ, ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി തരണേ അള്ളാഹുവേ, ഞങ്ങളെ നീ കൈവിടല്ലേ അള്ളാഹുവേ, ലോകങ്ങൾ മുഴുവനും കലാപമാണ് നാഥ. അള്ളാഹുവേ, എല്ലാ രാജ്യങ്ങൾക്ക് നീ ഐക്യത കൊടുക്കണേ സമാധാനം കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളെ ഉപജീവനത്തിന് വേണ്ടി ഞങ്ങളുടെ സന്താനങ്ങൾ, ഞങ്ങൾക്ക് ബന്ധുമിത്രാദികൾ വേണ്ടപ്പെട്ടവരെല്ലാം ഗൾഫ് നാടുകളിലാണ് അവരെ ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കണേ റഹ്മാനെ. അവരുടെ എല്ലാ മേഖലകളിലും നിൻ്റെ കൂട്ടുണ്ടായിരിക്കണേ നാടും വീടും വിട്ടു നിൽക്കുന്ന ഞങ്ങളുടെ മക്കൾക്ക് നിൻ്റെ തുണ അല്ലാതെ മറ്റൊരു തുണയില്ല എല്ലാ ജനങ്ങളെയും നീ കാത്തു രക്ഷിക്കണേ ലോക ജനതകളെയെല്ലാം കാത്തു സൂക്ഷിക്കണേ അള്ളാഹുവെ, ഐക്യവും
സാഹോദര്യവും നീ നിലനിർത്തണേ റഹ്മാനെ. അല്ലാഹുവേ ദുആയെ നീ കബൂലാക്കണേ അല്ലാ. ദുആയെ നീ കബൂലാക്കണേ റഹ്മാനെ. ആമീൻ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين يا رب العالمين. السلام عليكم ورحمة الله وبركاته.